നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ നിന്നും നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകൾ സന്ദർശിക്കാറുണ്ട്. അതിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം തന്നെയാണ്. ഗൂഗിൾ ക്രോം വഴി നമ്മൾ പല വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല സൈറ്റുകളിൽ നിന്നായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് മാൽവെയറുകൾ പോലുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ വൈറസ് പോലുള്ള സംഭവങ്ങൾ നമ്മുടെ മൊബൈലിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ നമ്മൾ മൊബൈലിൽ സൂക്ഷിച്ചിരുന്ന ഡാറ്റകൾ, മറ്റുള്ള കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സുകൾ ഒക്കെ ചോർന്നു പോകാനും ട്രാക്ക് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് ചില സെറ്റിങ്സുകളിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. എന്നിട്ട് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുകയും ചെയ്യുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ഉടനെ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് താഴെ ഇവിടെ സെറ്റിങ്സ് എന്ന ഭാഗം കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗം കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം ഡു നോട്ട് ട്രാക്ക് എന്ന ഒരു ഓപ്ഷൻ. നിങ്ങളിത് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം ഇത് ഇൻബിൽട്ടായിട്ട് ഓഫിലായിരിക്കും ഉണ്ടാകുക. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സന്ദർശിക്കുന്ന സൈറ്റിൽ നിന്നും ട്രാക്കർമാർക്ക് നിങ്ങളുടെ ഡാറ്റകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുകൾ, മറ്റുള്ള കാര്യങ്ങളൊന്നും ട്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഇവിടെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്തിടുക. ഇത് ഒന്നാമത്തെ ടിപ്സാണ്. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് വീണ്ടും സെറ്റിങ്സിൻ്റെ ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന ഒരു ഭാഗം കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പോപ്പപ്സ് ആൻഡ് റീഡയറക്ട്സ് എന്ന ഭാഗം കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ഇൻബിൽട്ടായിട്ട് നിങ്ങൾക്ക് ഓണിലായിരിക്കും ഉണ്ടാകുക. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്യുക. കാരണം നിങ്ങൾ പല സൈറ്റുകൾ സന്ദർശിക്കുന്ന സമയത്ത് ആ സൈറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ള സൈറ്റിലേക്ക് വരുന്ന ചില പോപ്പപ്പ് മെസ്സേജുകൾ, പരസ്യങ്ങൾ മറ്റും നിങ്ങളുടെ മൊബൈലിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റിങ്സ് ഗൂഗിൾ ക്രോം തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ഓഫ് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി പോപ്പപ്പുകളും പരസ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊന്നും തന്നെ നിങ്ങളുടെ മൊബൈലിൽ വരുന്നത് തടയാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. ഇത് രണ്ടാമത്തെ ടിപ്സാണ്. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങളിവിടെ കുറച്ചുകൂടി താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡാറ്റ സ്റ്റോർഡ് എന്ന ഒരു ഭാഗം കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത എല്ലാ വെബ്സൈറ്റുകൾ, നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം ഇവിടെ സ്റ്റോറായി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവർ ക്ലിയർ ഓൾ ഡാറ്റ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിയർ എന്ന ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത എല്ലാ സൈറ്റുകളും, എല്ലാ അഡ്രസ്സുകളും ഇതിൽ നിന്നും ഡിലീറ്റായി പോവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ സെറ്റിങ്സിൽ നിങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു പരിധിവരെ മാൽവെയർ പോലുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ വൈറസ് പോലുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ട്രാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഒരു പരിധിവരെ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു പുതിയ അറിവുമായി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.